ഒരു മനുഷ്യന് പരിവർത്തനം സംഭവിക്കാൻ എത്ര സമയം വേണം? ലോകത്ത് പലർക്കും പല രീതിയിൽ പരിണാമം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും പരിചയമുള്ള ഒരു പരിവർത്തനം, ഒരു പ്രശസ്തമായ ഒരു പരിവർത്തനം മഹാനായ അശോക ചക്രവർത്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. കലിംഗ യുദ്ധത്തിൽ വിജയം നേടിയെങ്കിലും ആ രണാങ്കണത്തിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള ലക്ഷോപലക്ഷം കബന്ധങ്ങൾ കണ്ട് മനസ്സുമെടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും അഹിംസയുടെ പ്രവാചകനായി മാറുകയും ചെയ്തു. അതുപോലെ മറ്റു പല മനുഷ്യർക്കും ജീവിതത്തിൽ പലതരം പരിണാമങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം പരിണാമങ്ങൾക്കൊക്കെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം എടുക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു സംഭവ വികാസങ്ങൾ, ആ സംഭവ വികാസങ്ങളുടെ ശേഷം അവരുടെ മനസ്സ് അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയും മനസ്സിൽ പല രീതിയിലുള്ള ആശയങ്ങളും മറ്റുമൊക്കെ വന്നിട്ടാണ് ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ പരിവർത്തനം സംഭവിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇവിടെ BJP നേതാവായിരുന്ന സന്ദീപ് വാര്യർ ഒരു മാസം മുമ്പ് വരെ RSSന്റെ ഗണവേഷത്തിൽ നിന്നിരുന്ന അല്ലെങ്കിൽ BJPയുടെ സ്വതസിദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്ന മനുഷ്യൻ, അദ്ദേഹം തൻ്റെ പൂർവ്വകാല ചെയ്തികളെയും പ്രത്യയശാസ്ത്രത്തെയും അമ്പാടെ തള്ളിക്കളഞ്ഞ് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പൂർവാശ്രമകാലത്ത് എന്ന് വെച്ചാൽ ഈ BJPയുടെ മുഖമായി അദ്ദേഹം മീഡിയ അറ്റൻഷനൊക്കെ ലഭിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഫേസ്ബുക്കിലെ ആയിരക്കണക്കിന് സംഘരാഷ്ട്രീയ പോരാളികളിൽ ഒരാളായി നിന്ന സമയത്ത് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പാണ് വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തനാക്കി മാറ്റിയത്. BJPയിൽ അല്ലെങ്കിൽ സംഘരാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ വേണ്ട പ്രധാന ക്രൈറ്റീരിയകളിലൊന്ന് കൂടുതൽ തീവ്രമായി വർഗീയത അല്ലെങ്കിൽ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത പറയുക എന്നാണ്. എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം വിരുദ്ധത എന്നതിലുപരി ഒരു മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യമായിരുന്നു. കാശ്മീരികളുടെ കഴുത്തിൽ ടയറുകൾ കൂട്ടിയിട്ട് തുടർന്നുള്ള വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പോസ്റ്റ് അക്കാലത്ത് വളരെ വിവാദമായ ഒന്നായിരുന്നു. ഫേസ്ബുക്കിലും മറ്റും വളരെയധികം ഈ പോസ്റ്റ് ചർച്ചയായപ്പോൾ അദ്ദേഹം അത് ഉടൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിലൊരു പോസ്റ്റ് താൻ ഇട്ടിട്ടില്ലായിരുന്നു എന്നാണ് പിൽക്കാലത്ത് അദ്ദേഹം വാദിക്കുന്നൊരു കാര്യം. എങ്കിലും പഴയ ഫേസ്ബുക്കിലെ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ ആ പോസ്റ്റ് കണ്ട ആളുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയത് ഏതായാലും ഉണ്ടായ സംഭവം തന്നെയാണ്. ഏതായാലും പിന്നീട് കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ BJPയിൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് വളർച്ച ഉണ്ടായി. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാലത്ത് നല്ല വണ്ണമുള്ള ശരീരപ്രകൃതി ഉണ്ടായിരുന്ന അദ്ദേഹം പിന്നീട് മെലിഞ്ഞ രൂപത്തിലേക്കും കൂടാതെ BJPയുടെ പ്രധാന മാധ്യമമുഖമായും പിൽക്കാലത്ത് അദ്ദേഹം മാറി. പിൽക്കാലത്ത് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അദ്ദേഹം താൻ ഇത്തരത്തിലൊരു പോസ്റ്റ് എഴുതിയിട്ടില്ല എന്നുള്ള രീതിയിൽ ആയിരുന്നു അദ്ദേഹം വാദിച്ചിരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു മനുഷ്യവിരുദ്ധമായ ഒരു പോസ്റ്റ്, അതിൻ്റെ പിതൃത്വം ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് എന്ന നിലയിൽ ഒരാൾക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്വാഭാവികമായും അദ്ദേഹം അത് നിഷേധിച്ചത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം യാതൊരു ഓഡിറ്റിങ്ങും ഇല്ലാതെ ഫേസ്ബുക്കിൽ വർഗീയത പറയുന്ന പോലെ ഒരു നേതാവാകുമ്പോൾ ആർക്കും ഇത്രയും അധപ്പതിച്ച രീതിയിൽ വർഗീയത പറയാൻ പ്രയാസമാണ്. എങ്കിലും BJPയുടെ ഒരു നേതാവ് അല്ലെങ്കിൽ മാധ്യമ മുഖം എന്നുള്ള രീതിയിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം വിദ്വേഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് കാണാവുന്ന കാര്യമാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു 2-3 കൊല്ലം മുമ്പ് പാലക്കാട് ആന ചെരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മലപ്പുറവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുകയും അതിൽ വിമർശനം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് മലപ്പുറം ആ ജില്ലയിലെ ആളുകളെ അല്ലെങ്കിൽ ജില്ലയെ തന്നെ ട്രോളുന്ന രീതിയിലൊക്കെ പോസ്റ്റുകൾ അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ പങ്കുവച്ചിരുന്നു. പിന്നെ അതുപോലെ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞു, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന് പരാമർശിച്ച, അതുപോലെ തന്നെ നെഹ്റു കുടുംബത്തെ അല്ലെങ്കിൽ നെഹ്റുവിനെയൊക്കെ ഇന്ത്യയെ ഒറ്റുകൊടുത്ത കുടുംബം അല്ലെങ്കിൽ ഇന്ത്യയെ ഒറ്റുകൊടുത്ത ആളുകൾ എന്നൊക്കെ വളരെ തരംതാണ രീതിയിൽ ഫേസ്ബുക്കിലൂടെ രാഷ്ട്രീയം എഴുതി പിടിപ്പിച്ച ആളായിരുന്നു അദ്ദേഹം. ഏതായാലും ഇപ്പോൾ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ വിമർശകർ പറയുന്നത് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ട് അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞു വന്നു എന്നാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ സിബ്ലിങ്സിനോട് അല്ലെങ്കിൽ ചേട്ടന്മാരോടും മറ്റും സൗന്ദര്യപ്പണക്കം ഉണ്ടായി തെറ്റിയ ഒരു കുട്ടി എല്ലാവരോടുമുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി വീടും നാടും വിട്ടു പോയാലും സ്വന്തം അമ്മയോടുള്ള സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. അതുപോലെ സന്ദീപിൻ്റെ കാര്യത്തിലും അദ്ദേഹം ചെറുപ്പം മുതലേ നെഞ്ചേറ്റിയ ഹിന്ദുത്വ ആശയം അതെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും അതിനുള്ള കാരണം പൂർണ്ണമായും ഒരു വ്യക്തിപരമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വവുമായുള്ള തർക്കവും തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ പാർട്ടിയിലും സംഘടനാ തലത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള
ഒറ്റപ്പെടലുമാണ്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലെ കുട്ടിയെ പോലെ അമ്മയോടുള്ള ദേഷ്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ആശയധാരയുമായിട്ടുള്ള പ്രശ്നമാണ് ഇദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരാൻ എന്നതിന് കാര്യമായിട്ട് തെളിവുകളൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ അവകാശപ്പെട്ടാൽ പോലും ഇത്തരത്തിലൊരു അതിഭീകരമായൊരു മാനസാന്തരണത്തിന് തക്കതായ കാരണങ്ങളും അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ അതിന് വിശ്വാസ്യത വളരെ കൂടുമായിരുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്തു തന്നെ ആയാലും അത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. ഒരേ സമയം വർഗീയവാദികളെയും മതേതരവാദികളെയും ഒരുമിച്ച് ചതിക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണോ സന്ദീപ് വാര്യർ ചെയ്യുന്നത് എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പാണക്കാട് നിങ്ങളുടെ വീട്ടിൽ പോയതിനു ശേഷം മലപ്പുറവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പഴയ ആത്മബന്ധവും മലപ്പുറത്തിൻ്റെ സ്നേഹവും സാഹോദര്യവും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അദ്ദേഹം വളരെ കപടനായ ഒരു രാഷ്ട്രീയക്കാരൻ ആയിരുന്നല്ലോ എന്നാണ്. കാരണം തിരുവനന്തപുരത്തോ മറ്റു ദൂരഭാഗത്തോ ഉള്ള ഒരു ഹിന്ദുത്വവാദിയായ രാഷ്ട്രീയക്കാരന് മലപ്പുറത്തിനെതിരെയും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയും അവർ വിദ്വേഷപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർക്ക് നേരിട്ട് അറിയാത്ത ഒരു ജനവിഭാഗമാണ് മലപ്പുറത്തെ ആളുകൾ. സ്വാഭാവികമായും തെറ്റിദ്ധരിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഇത്തരം വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഭാഗമായി മാറും. എന്നാൽ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് മലപ്പുറത്തെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ അറിയാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മത രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആളുകളെയും ആ ജില്ലയെ തന്നെയും മോശമാക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാപട്യമായിട്ടേ കാണാൻ പറ്റും. ഇത്രയും കാലം സന്ദീപ് വർഗീയത പറഞ്ഞത് ഉള്ളിൽ തട്ടിയിട്ടല്ല, പകരം പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളുമായി ചേർന്ന് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുതന്നെ ഒരു വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്നൊരു കാര്യമാണ്. എങ്കിലും ശുഭപ്രതീക്ഷകളാണല്ലോ നമുക്കെല്ലാവർക്കും വേണ്ടത്. സന്ദീപ് വാര്യർക്കും അത്തരത്തിലൊരു പരിവർത്തനം യഥാർത്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്കിപ്പോൾ സ്വാഗതം ചെയ്യുക തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പോസിറ്റീവ് കാര്യം, ഈ വിദ്വേഷത്തിൻ്റെയും വംശീയതയുടെയും ശബ്ദം അത് പുറപ്പെടുവിക്കുന്ന ആളുകളിൽ ഒരാളെങ്കിലും കുറഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഫോട്ടോ, ആ ഫോട്ടോയിലുള്ള ആ സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയും ഒരു പ്രസരിപ്പ് കണ്ടപ്പോൾ അതിനിടയിൽപ്പെട്ട ഒരു മനുഷ്യന് തുടർന്നും വിദ്വേഷ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ച രാഷ്ട്രീയത്തിൽ വിദ്വേഷത്തിനും വെറുപ്പിനും മാത്രമാണ് പ്രാധാന്യമുണ്ടായിട്ടുള്ളത്. അതേസമയം ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഒരുപാട് സ്നേഹം നിറഞ്ഞൊഴുകുന്നതാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. എങ്കിൽ പോലും വെറുപ്പിന് പ്രാധാന്യം കൊടുക്കുന്നതല്ല എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൽ BJP രാഷ്ട്രീയത്തിൻ്റെ ആ വിഷപ്രചാരണ രീതികളും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊപ്പഗാൻഡകളുടെയും മറ്റുമൊക്കെ രഹസ്യ വഴികളുമൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെ ആ വിദ്വേഷ രാഷ്ട്രീയത്തെ കേരളത്തിൽ ദുർബലപ്പെടുത്താൻ ഒരു ചെറിയ പങ്കെങ്കിലും അദ്ദേഹത്തിന് വഹിക്കാൻ പറ്റുകയാണെങ്കിൽ അത് അദ്ദേഹം ചെയ്യട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും.